ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് സ്റ്റീക്കാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീക്ക്. ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ സ്റ്റീക്കിനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുള്ളൂ. ബീഫിൻ്റെ സ്റ്റീക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് വാങ്ങുമ്പോൾ തന്നെ പറഞ്ഞാൽ മാത്രമേ വേവ് കറക്റ്റ് ആവത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വേവ് അങ്ങോട്ട് ശരിയായി വരില്ല. ശേഷം അതിനെ പെപ്പർ പൗഡറും പിന്നെ സാൾട്ടും വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് സൈഡും നല്ലോണം മസാല പിടിപ്പിക്കുക. ഇത് സാൾട്ടും പെപ്പറും മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് മസാല എല്ലാ ഭാഗത്തോട്ടേക്കും നല്ലോണം ഒന്ന് തേച്ച് തിരുമ്പി കൊടുക്കുക. ശേഷം നമ്മളൊരു അടിക്കട്ടി ഉള്ളൊരു പാൻ എടുക്കുക. അതിലോട്ടേക്ക് ഒലീവ് ഓയിലാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം ഓരോന്നായിട്ട് നമ്മൾ സ്റ്റീക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് 7 to 8 മിനിറ്റ് ഇതിൽ 7-8 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. തിരിച്ചും മറിച്ചും നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. സ്റ്റീക്ക് നമ്മൾ ഓരോന്നായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു കളറിലാവും, ഇതുപോലെ. അപ്പോൾ ഈ സ്റ്റീക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇത് പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് കഴിക്കുക. അപ്പോൾ അതിനായിട്ട് പൊട്ടാറ്റോ കുക്കറിലിട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പീൽ ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റുക. ശേഷം ആ ബൗളിൽ നിന്ന് സ്മാഷ് ചെയ്തെടുക്കുക. നല്ലോണം സ്മാഷായിട്ട് എന്താ പറയുക, മൈദമാവൊക്കെ പോലെ ആക്കിയെടുക്കണം. പൊട്ടാറ്റോ നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ സ്റ്റീക്ക് നോക്കുക. സ്റ്റീക്ക് ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്കായിട്ടുള്ള സ്റ്റീക്കിലോട്ടേക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് അതൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ശേഷം നമ്മൾ നമ്മുടെ സ്റ്റീക്ക് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റുക. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ആവുന്ന വരെ കാത്തിരിക്കുക. ഇതെന്തിനാ വെച്ചാൽ ഈ സ്റ്റീക്കിനോട് സോസും കൂടെ ഉണ്ട്, പൊട്ടാറ്റോ അല്ല, വേറെ സോസ് ഉണ്ട്. അപ്പോൾ ഇതിനാണ് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം എന്ത് ചെയ്യുക, മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സെയിം പാനിൽ തന്നെ ബീഫ് ഉണ്ടാക്കിയിട്ടുള്ള സെയിം പാനിൽ തന്നെ ഉണ്ടാക്കാൻ കാരണം അത് ഒരു ഫ്ലേവർ കിട്ടാനാണ്. ശേഷം അതിലോട്ടേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ചതിന് ശേഷം ഫ്രഷ് ക്രീമും കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് റോസ്മേരിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ചില്ലായിരുന്ന അതിലോട്ടേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം അളവിൽ കൂടുതലാവരുത്. അപ്പോൾ ഫ്രഷ് ക്രീം മാത്രമല്ല, കുറച്ച് റോസ്മേരിയും കുരുമുളക് പൊടിയും പിന്നെ സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിന് കൂടെ കഴിക്കാനുള്ള ആ ഒരു പൊട്ടാറ്റോ സ്മാഷ് ഔട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഡിസൈനിൽ തന്നെ അതിനുള്ളിൽ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനും ആക്കിയിട്ട് പൊട്ടാറ്റോ വെക്കുക. അതിൻ്റെ മേലോട്ടേക്ക് നമുക്ക് സ്റ്റീക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് കഴിക്കുക. എന്നിട്ട് 3-4 സ്റ്റീക്ക് വെക്കുക, ആവശ്യത്തിനനുസരിച്ചിട്ട് വെക്കുക. ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയുള്ള സോസ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബീഫിൻ്റെ സ്റ്റീക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സാലഡും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് കഴിക്കുക. പൊട്ടാറ്റോവും സോസും സ്റ്റീക്കും ഇതെല്ലാം കൂടെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.